ഇതെന്ത് കോൺഗ്രസ്സാണ്, ഞങ്ങൾക്ക് സ്ഥാനാർത്ഥിയെ തരൂലേ എന്നാണ് നെയ്യാറ്റിൻകര, കാട്ടാക്കട, പാറശാല മണ്ഡലങ്ങളിലെ കോൺഗ്രസ്സുകാരുടെ ഒരാഴ്ചയായുള്ള ചോദ്യം. ഇന്ന് വൈകിട്ട് 56 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിച്ചെങ്കിലും തിരുവനന്തപുരം ജില്ലയിൽ കടുത്ത മത്സരത്തിന് വേദിയാകുന്ന നെയ്യാറ്റിൻകര, കാട്ടാക്കട, പാറശാല മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്തതിലുള്ള കടുത്ത നിരാശയിലാണ് കോൺഗ്രസ് പ്രവർത്തകർ. സ്വയം സ്ഥാനാർത്ഥികളായി പ്രചരണം ആരംഭിച്ചവരും ലിസ്റ്റിൽ പേരുണ്ടോ എന്ന ആശങ്കയിലാണ്. നെയ്യാറ്റിൻകരയിൽ ഉഷകുമാരി, സജിൻലാൽ, എൻ ശക്തൻ എന്നിവരുടെ പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്. ശക്തന് സീറ്റില്ലെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നേതാക്കൾ തന്നെ അറിയിച്ചെങ്കിലും അവസാന കടമ്പയിൽ കടക്കാമോ എന്ന പ്രത്യാശയിലാണ് ശക്തൻ. ഉഷകുമാരിയുടെ പേരാണ് സജീവ പരിഗണനയിലുള്ളതെങ്കിലും പാർട്ടിയിൽ നിന്ന് ഉഷയും കടുത്ത എതിർപ്പാണ് നേരിടുന്നത്. സജിൻലാൽ നേരത്തെ തന്നെ പ്രചരണം ആരംഭിച്ചെങ്കിലും അവസാന ലിസ്റ്റിനായുള്ള കാത്തിരിപ്പിലാണ്. പാറശാലയിൽ നേരത്തെ തന്നെ മമൽ ആശുപത്രി MD അജയ്കുമാർ സ്വയം പ്രചരണം ആരംഭിച്ചെങ്കിലും നെയ്യാറ്റിൻകര സനലിനെ വെട്ടി അവിടെ എത്താനാകുമോ എന്ന ആശങ്കയിലാണ്. കാട്ടാക്കടയിൽ MR ബൈജുവിന്റെ പേര് സജീവമായതോടെ കഴിഞ്ഞ തവണ പരാജയപ്പെട്ട മലയൻകീഴ് വേണുഗോപാൽ പക്ഷം ബൈജുവിനെതിരെ സമൂഹമാധ്യമങ്ങളിൽ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. അങ്ങനെ അടിയും പിടിയുമായി ആരാണ് ഈ മണ്ഡലങ്ങളിലെത്തുക എന്ന ആശങ്കയിലാണ് കോൺഗ്രസ് പ്രവർത്തകർ. നെയ്യാറ്റിൻകരയിൽ സീറ്റില്ലെങ്കിൽ ശക്തൻ കാട്ടാക്കട തേടി വരുമോ എന്ന പേടിയും കോൺഗ്രസിലെ യുവരക്തങ്ങൾക്കുണ്ട്. എന്തായാലും ഒന്ന് പ്രഖ്യാപിച്ചുകൂടെ എന്ന ചോദ്യവുമായി തലയിൽ കൈവയ്ക്കുകയാണ് കോൺഗ്രസുകാർ.